എന്തെല്ലാം ചെയ്തിട്ട് മുടി ഒട്ടും വളരുന്നില്ല, ഹെയർ ഗ്രോത്ത് അങ്ങനെ അങ്ങ് സ്റ്റോപ്പായിപ്പോയി, ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്, താരനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരു വയസ്സ് കഴിഞ്ഞ്, നമുക്കെന്നല്ല പൊതുവേ ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ തനിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഹെയർ ഒന്ന് വളർന്നു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു ഓണത്തോടനുബന്ധിച്ചിട്ടായിരുന്നു മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ലെയർ കട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ലെയർ കട്ട് ചെയ്യുന്നത്. അതും ഒരുപാട് നോറ്റ് ആശിച്ചിട്ടാണ് ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ട് എനിക്ക് മതിയായി പോയി. കാരണം അതിനുശേഷം എൻ്റെ ഹെയർ ഒട്ടും ഗ്രോത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹെയർ ഗ്രോത്ത് അങ്ങനെ അങ്ങ് സ്റ്റോപ്പായിപ്പോയി. നല്ല രീതിയിൽ മുടി കൊഴിയാൻ തുടങ്ങി, നെറ്റിയൊക്കെ നല്ല രീതിയിൽ കയറാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ, ചിലരുടെ കൈയുടെ ഒരു ഇതുപോലെ ഉണ്ടാകും, ചിലർ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും, ചിലർ വെട്ടിക്കഴിഞ്ഞാൽ ഒട്ടും വളരില്ല എന്നുള്ളത്. അതേപോലെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും മുടി ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്തപ്പോഴാണ് പിന്നീട് മാറ്റം ഉണ്ടായത്. ഹെയർ കെയർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പാക്കും ഒരുപാട് ഓയിൽസും ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീണ്ടും മുടി വെട്ടി. നല്ല രീതിയിൽ മുടി വളർന്നതിന് ശേഷമാണ് കേട്ടോ മുടി വെട്ടിയത്. ഞാറ്റുവേല സമയത്ത് വീണ്ടും മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ സ്വയം വെട്ടി കേട്ടോ. കാരണം ഇനി എനിക്കൊരു പാർലറിൽ പോയിട്ട് പരീക്ഷിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം വെട്ടി. ഇപ്പം നല്ല രീതിയിൽ എൻ്റെ മുടിക്ക് നല്ല തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഹെയർ ഓയിലാണ്. നിങ്ങൾ വീക്ക്ലി 2 തവണയെങ്കിലും ഹെയർ ഓയിൽ യൂസ് ചെയ്യണം. എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ വീക്കിലി നിങ്ങൾ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സാറോക്കിൻ്റെ ഈ ഒരു ഹെർബൽ ഹെയർ ഓയിലാണ് കേട്ടോ. അത് 100% നാച്ചുറലാണ്. നമ്മുടെ ഹെയർ ഫാളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് 2 മന്ത് യൂസ് ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമ്മുടെ ഹെയർ തിക്നെസ്സൊക്കെ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഹെയർ ഇപ്പോൾ നല്ല രീതിയിൽ തിക്നെസ് വെച്ചിട്ടുണ്ട്. അതിന് മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം, 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ അതേപോലെ തിരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ഗ്യാരണ്ടിയൊന്നും നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പണം നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ തിരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഓയിൽ 3-4 ഡ്രോപ്സ് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് വാഷ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്ത് മടുത്തിരിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി ചീകുമ്പോൾ എപ്പോഴും ഇതുപോലെ വീതിയുള്ള ചീപ്പ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ നൈറ്റിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞിട്ട് മുടി കെട്ടി വെച്ച് ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കിലി ഒരു തവണ ഹെയർ വാഷ് ചെയ്യുക, ഹെയർ ഓയിൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.